iPlusന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ എക്സാമിൻ്റെ ഒരു എക്സ്പെക്റ്റഡ് സിലബസ് എന്താണ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഓൾറെഡി നമുക്ക് 2022 നടന്ന എക്സാമിൻ്റെ സിലബസ് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ അത് തന്നെ ആവണം ഇത്തവണ എന്നൊരു നിർബന്ധമില്ല. എന്നാലും നമുക്ക് ഇപ്പോൾ പുതിയതായി വന്ന സ്റ്റാറ്റ്യൂട്ട്സുകളെ മുൻനിർത്തിക്കൊണ്ട് അതിൻ്റെ ഒരു പോർഷൻസും കൂടി ആഡ് ചെയ്ത് നമുക്കൊന്ന് ജസ്റ്റ് എന്തായിരിക്കാം എന്നുള്ളതൊന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പോൾ കഴിഞ്ഞ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ 80 മാർക്കിന് ലോ ആയിരുന്നു. ബാക്കി 20 മാർക്സ് കറണ്ട് അഫെയർസും റിനൈസൻസും ആണ്. അപ്പം നമ്മുടെ ലോ പോർഷൻ നമുക്ക് എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ മോഡ്യൂൾ എന്ന് പറയുന്നത് ലീഗൽ കൺസെപ്റ്റ്സ് ആയിരുന്നു കഴിഞ്ഞ തവണത്തെ എക്സാമിന് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ലീഗൽ കൺസെപ്റ്റ്സ് എന്ന് പറയുമ്പം നമ്മുടെ ബേസിക് ആയിട്ട് ജൂറിസ്പ്രുഡൻസിൽ നമ്മൾ പഠിക്കുന്ന ചില കൺസെപ്റ്റുകളുണ്ട്. പേഴ്സൺ എന്താണ്, പൊസഷൻ എന്താണ്, ഓണർഷിപ്പ് എന്താണ്, ഇങ്ങനെയുള്ള ഏരിയാസാണ് ഈ പറയുന്ന ഫസ്റ്റ് മോഡ്യൂളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞ സിലബസിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു മോഡ്യൂളിന് 5 മാർക്കാണ് വെയിറ്റേജ് വെച്ചേക്കുന്നത്. പക്ഷേ ഇത് പഠിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ്. ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പേഴ്സൺ ആണ്. വ്യക്തി എന്താണ്, ആ വ്യക്തി എന്നുള്ളതിൽ തന്നെ നാച്ചുറൽ പേഴ്സൺ എന്താണ്, ലീഗൽ പേഴ്സൺ എന്താണ്, അതായത് പേഴ്സണാലിറ്റിയുടെ ഡിഫറൻസ് ആണ്, അല്ലെങ്കിൽ കൈൻഡ്സ് ഓഫ് പേഴ്സൺസ് ആരൊക്കെയാണ്, നിയമത്തിൻ്റെ മുന്നിൽ ആരൊക്കെയാണ് വ്യക്തികൾ എന്നുള്ളതാണ് അതിനുള്ളിൽ വരുന്നത്. പിന്നെ സ്പെഷ്യൽ സ്റ്റാറ്റസ് കൊടുത്തിരിക്കുന്ന വ്യക്തികളിൽ തന്നെ വ്യക്തികൾ അല്ലെങ്കിൽ വ്യക്തികളല്ലാത്ത ചില ആൾക്കാർക്ക് ഈ പറയുന്ന ലീഗൽ പേഴ്സണാലിറ്റി കൊടുത്തിരിക്കുന്നതും അല്ലെങ്കിൽ നാച്ചുറൽ പേഴ്സണാലിറ്റി കൊടുത്തിരിക്കുന്നതും അല്ലാതെ ചില ആൾക്കാർക്ക് ഒരു സ്പെഷ്യൽ സ്റ്റാറ്റസ് നിയമത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ആനിമൽസ്, അൺബോൺ ആൻഡ് ഡെഡ് പേഴ്സൺ ആണ് നമുക്കറിയേണ്ടത്. അതുപോലെ തന്നെ കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി, ഒരു കമ്പനി എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ കോർപ്പറേറ്റ് അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ പേഴ്സണാലിറ്റി എന്താണ്, അവർ നാച്ചുറൽ പേഴ്സൺ ആണോ, ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണോ, അല്ലെങ്കിൽ ലീഗൽ പേഴ്സൺ ആണോ, ജൂറിസ്റ്റ് മീൻസ് ഇതെന്താണ് എന്നുള്ളതാണ് ആ ഒരു ഏരിയയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ കോർപ്പറേറ്റ് ക്രിമിനൽ ലയബിലിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് ഒരു കമ്പനി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ആയിട്ട് നിൽക്കുമ്പോൾ അവർ ചെയ്യുന്ന നടപടികളിൽ അവർക്ക് ക്രിമിനൽ ലയബിലിറ്റി വരുമോ എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ആ കൺസെപ്റ്റും അതുപോലെ ഈ ഒരു ഏരിയയിൽ നമ്മുടെ പേഴ്സൺ എന്നുള്ള ഒരു മേഖല അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്ക് കഴിയണോ. അതിൻ്റെ ഉള്ളിലെ അടുത്ത കൺസെപ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ പ്രോപ്പർട്ടിയിൽ തന്നെ ടൈപ്സ് ഓഫ് പ്രോപ്പർട്ടി, മൂവബിൾ, ഇമ്മൂവബിൾ, ടാഞ്ചിബിൾ, ഇൻടാഞ്ചിബിൾ, അങ്ങനെ ടൈപ്സ് ഓഫ് പ്രോപ്പർട്ടി ഉണ്ട്. പിന്നെ ഇതിൻ്റെ മോഡ്സ് ഓഫ് അക്വിസിഷൻ, ഒരു പ്രോപ്പർട്ടി നമുക്ക് എങ്ങനെയാണ് അക്വയർ ചെയ്യാൻ പറ്റുക എന്നുള്ളതിൻ്റെ മോഡ്സും, അതുപോലെ എന്താണ് ഓണർഷിപ്പ്, എന്താണ് പൊസഷൻ, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇതിന് എന്തൊക്കെ തിയറീസ് നമുക്ക് പ്രാബല്യത്തിലുണ്ട്, അല്ലെങ്കിൽ ഓരോ ജൂറിസ്റ്റുകൾ എന്തൊക്കെ തിയറീസ് ഇതിനു വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ പറയുന്ന ഓണർഷിപ്പിൻ്റെയും പൊസഷൻ്റെയും ബേസിസിൽ എന്തൊക്കെ റൈറ്റ്സ് ആണ്, എന്തൊക്കെ അവകാശങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. ഇത് കഴിഞ്ഞ് ഈ ഒരു മോഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആണ്. അതായത് ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് രൂപീകരിക്കണമെങ്കിൽ അതിൽ എന്തൊക്കെ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഉണ്ടാവണം, അതുപോലെ തന്നെ എന്തൊക്കെ കൈൻഡ്സ് ഓഫ് സ്റ്റേറ്റ്സ് ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഈ ഫസ്റ്റ് മോഡ്യൂളിൽ വരുന്നത്. അപ്പം ഇത് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ജൂറിസ്പ്രുഡൻഷ്യൽ ആംഗിളിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് എക്സാമിന് വേണ്ടത് എന്ന് പറയുന്ന ഒരു മോഡ്യൂളാണ്. അപ്പം പ്യുവർലി ഇത് ജൂറിസ്പ്രുഡൻസ് ആണ് കവർ ചെയ്ത് പോകുന്നത്. അടുത്ത മോഡ്യൂൾ നമുക്ക് നോക്കാം. അടുത്ത മോഡ്യൂൾ ക്രിമിനോളജി ആൻഡ് പീനോളജി ആണ്. ഇവിടെയും 5 മാർക്സ് ആണ് ഇതിൻ്റെ വെയിറ്റേജ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ IPC ഒക്കെ നമ്മൾ LLB കാലഘട്ടത്തിൽ പഠിക്കുമ്പം ചില യൂണിവേഴ്സിറ്റീസിന് ഈ ക്രിമിനൽ ലോ 1, ക്രിമിനൽ ലോ 2 എന്ന് പറഞ്ഞ് 2ആയി ഡിവൈഡ് ചെയ്യും. അതായത് നമ്മുടെ IPCയുടെ ബേസിക് IPC എന്ന് പറയുന്ന സബ്ജക്റ്റിനെ തന്നെ 2ആയി ഡിവൈഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഇതിൽ കുറച്ചൊക്കെ ഈ ബേസിക് കൺസെപ്റ്റുകൾ പഠിപ്പിക്കും. അതായത് എന്താണ് ക്രൈം, എങ്ങനെയാണ് ഈ ക്രൈം എന്നുള്ളതിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്, എന്തൊക്കെ ഫാക്ടേഴ്സ് വേണം ഒരു ക്രൈം ആവാൻ എന്നുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമുക്ക് LLBയിൽ ലാസ്റ്റ് സെമസ്റ്ററിൽ ഒരു ഓപ്ഷൻ, കേരള യൂണിവേഴ്സിറ്റിക്കൊക്കെ
ലാസ്റ്റ് സെമിസ്റ്ററിലെ ഒരു ഓപ്ഷൻ പേപ്പർ ആയിരുന്നു ക്രിമിനോളജി ആൻഡ് പീനോളജി എന്ന് പറയുന്നത്. അപ്പം ഇതിനുള്ളിൽ നമ്മൾ പഠിക്കുന്ന ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ പഠിക്കേണ്ടത് ക്രൈം കോസേഷൻ ഫാക്ടേഴ്സ്, എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ക്രൈം നടക്കാൻ കാരണമാവുന്നത്. അതിൽ തന്നെ പോസിറ്റീവ് സ്കൂൾ ഓഫ് ക്രിമിനോളജി എന്ന് പറഞ്ഞിട്ട് ഒരു സ്കൂളുണ്ട്, ആ സ്കൂളും അതുപോലെ ലോംബ്രോസോ, എൻറിക്കോ ഫെറി ആൻഡ് ടാഡെ എന്ന് പറയുന്ന 3 ജൂറിസ്റ്റുകളുടെ അവർ കൊണ്ടുവന്ന കൺസെപ്റ്റുകളും അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെച്ച ഐഡിയാസും നമുക്ക് അനലൈസ് ചെയ്ത് വിശദമായി തന്നെ പഠിക്കണം. പിന്നെ വരുന്ന ഒരു കൺസെപ്റ്റ് ക്രൈം ആൻഡ് സോഷ്യോളജിയാണ്. സമൂഹവും ക്രൈമും തമ്മിലുള്ള അന്തർധാര എന്താണ്, അല്ലെങ്കിൽ ഇത് തമ്മിലുള്ള കണക്ഷൻ എന്താണ് എന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് ക്രൈം ആൻഡ് സോഷ്യോളജി. പിന്നെ പോവർട്ടി ആൻഡ് ക്രൈം ആണ്, അതായത് ഈ പറയുന്ന ദാരിദ്ര്യം എങ്ങനെയാണ് ക്രൈമിലേക്ക് എത്തുന്നത്, ഇത് തമ്മിലുള്ള കണക്ഷൻ എന്താണ് എന്നുള്ളതും. പിന്നെ ഡിഫറൻഷ്യൽ അസോസിയേഷൻ തിയറി എന്ന് പറഞ്ഞ് ക്രിമിനോളജിയുടെ ഉള്ളിൽ ഒരു തിയറി ഉണ്ട്, അതും. വൈറ്റ് കോളർ ക്രൈംസ്, അതായത് വൈറ്റ് കോളർ ക്രൈംസ് എന്ന് പറയുന്നത് ഒരു പരിധി വരെ വളരെ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിൻ്റെ ഇടയിൽ നടക്കുന്ന പെർസെ ആൾക്കാർക്ക് ശാരീരികമായി ഹാം ഒന്നും ഉണ്ടാക്കാത്ത ഫിനാൻഷ്യൽ ഫ്രോഡുകളാണ് ബേസിക്കലി. അപ്പം വൈറ്റ് കോളർ ക്രൈംസ് എന്താണ്, എന്തൊക്കെ ഈ വൈറ്റ് കോളർ ക്രൈംസ് ആയി നമുക്ക് കണക്കാക്കാം എന്നുള്ളതും. പിന്നെ വരുന്നത് തിയറീസ് ഓഫ് പണിഷ്മെൻ്റ് ആണ്. അപ്പം നമ്മൾ ഈ IPC പഠിക്കുമ്പോൾ തന്നെ IPCക്കുള്ളിലെ മോഡ്സ് ഓഫ് പണിഷ്മെൻറ്റ്സ് പഠിക്കുമ്പോൾ ഈ തിയറീസ് നമ്മൾ അവിടെ പറഞ്ഞു പോകാറുള്ളതാണ്. റിട്രിബ്യൂട്ടീവ് തിയറി, ഡിറ്ററൻറ്റ് തിയറി, ഇങ്ങനെ ടൈപ്സ് ഓഫ് തിയറീസ് ഉണ്ട്. ആ തിയറീസ് ആണ് നമുക്ക് വേണ്ടത്. പിന്നെ റിഫോർമേറ്റീവ് ആൻഡ് റീഹാബിലിറ്റേറ്റീവ് ടെക്നിക്സ് എന്തൊക്കെയാണ്. ഇപ്പം നമ്മൾ ജയിലിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പരോള് കൊടുക്കുന്നു, ഓപ്പൺ ജയിൽസ് ഉണ്ട്, അതുപോലെ അവർക്ക് അവിടെ തന്നെ സ്വയം തൊഴിൽ ചെയ്യാൻ അല്ലെങ്കിൽ തൊഴിൽ അഭ്യസിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ഇതിന് വേതനം, ഇവർ ചെയ്യുന്ന ജോലിക്ക് ഒരു വേതനം കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് പരോള് കൊടുക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ നല്ല നടത്തിപ്പിന് ഇവരുടെ ശിക്ഷയിൽ ഇളവ് വരുത്തുന്നത്, ഇങ്ങനെ റിഫോർമേറ്റീവ് ആൻഡ് റീഹാബിലിറ്റേഷന് വേണ്ടി പലതരത്തിലുള്ള ടെക്നിക്സ് ഉണ്ട്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യണം. പിന്നെ വരുന്നത് കൈൻഡ്സ് ഓഫ് പണിഷ്മെന്റ് അണ്ടർ ഇന്ത്യൻ പീനൽ കോഡാണ്. അപ്പോൾ ഈ ഇന്ത്യൻ പീനൽ കോഡിനകത്ത് ഉള്ള കൈൻഡ്സ് ഓഫ് പണിഷ്മെന്റ് നമ്മൾ പറയുമ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ BNSനകത്തേക്ക് വരുമ്പോൾ ഉള്ള കൈൻഡ്സ് ഓഫ് പണിഷ്മെന്റും കൂടി മനസ്സിലാക്കി പോകണം. അപ്പോൾ അവിടെ നമുക്കറിയാം IPCയിൽ നിന്ന് വ്യത്യസ്തമായി BNSലേക്ക് വരുമ്പോൾ നമ്മളൊരു പുതിയ പണിഷ്മെന്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, അത് കമ്മ്യൂണിറ്റി സർവീസ് ആണ്. അപ്പോൾ അത് നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഈ കമ്മ്യൂണിറ്റി സർവീസ്. എന്താണ് കമ്മ്യൂണിറ്റി സർവീസ്, എന്തൊക്കെ ഒഫൻസുകൾക്കാണ് കമ്മ്യൂണിറ്റി സർവീസ് ഒരു പണിഷ്മെൻ്റായി പറയുന്നത്, കമ്മ്യൂണിറ്റി സർവീസ് ഒരു പണിഷ്മെൻ്റായി കൊടുത്തതിന് ശേഷം അത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എന്താണ് അതിനുള്ള പണിഷ്മെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു ഏരിയയ്ക്കുള്ളിൽ പഠിച്ചു തന്നെ പോകണം. അപ്പം നമ്മൾ ഈ ഒരു മോഡ്യൂളിലേക്ക് എത്തുമ്പോൾ നമ്മൾ ശരിക്കും ക്രിമിനൽ ലോയിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റാറ്റ്യൂട്ടിൻ്റെ പണിഷ്മെൻ്റ് എന്ന് പറയുന്ന മേഖല അഡ്രസ്സ് ചെയ്യേണ്ടി വരും, IPCയുടെയും BNSൻ്റെയും. അതിനോടൊപ്പം തന്നെ വേരിയസ് പണിഷ്മെൻറ്റ്സിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി, അതായത് ഇപ്പം നമുക്കറിയാം ഡെത്ത് സെൻറ്റൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ബച്ചൻ സിംഗ് കേസൊക്കെ ഉണ്ടല്ലോ, റെയറസ്റ്റ് ഓഫ് ദി റെയർ കേസിൽ മാത്രമേ ഡെത്ത് സെൻറ്റൻസ് കൊടുക്കാവുള്ളൂ എന്നൊക്കെ പറയുന്ന കേസുകൾ. അതുപോലെ ഈ ട്രാൻസ്പോർട്ടേഷൻ ഫോർ ലൈഫ് എന്ന് പറയുന്ന ഒഫൻസിനെ നമ്മൾ എടുത്തു കളഞ്ഞു, ആ പണിഷ്മെൻറ്റിനെ നമ്മൾ എടുത്തു മാറ്റി, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി, ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നമ്മളിവിടെ പഠിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ പ്രിസൺ, ലേബർ ആൻഡ് പരോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ഈ റിഫോർമേറ്റീവ് ആൻഡ് റീഹാബിലിറ്റേറ്റീവ് ടെക്നിക്സിൻ്റെ ഉള്ളിൽ വരുന്ന അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമാണ് പ്രിസൺ ലേബറും ഈ പറയുന്ന പരോൾ എന്ന് പറയുന്നതും. അപ്പോൾ ഈ കൺസെപ്റ്റ്സും കൂടി നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രിമിനോളജി ആൻഡ് പീനോളജി എന്ന് പറയുന്ന ഈ ടോപ്പിക് അല്ലെങ്കിൽ ഈ മോഡ്യൂള് കഴിയും. അടുത്ത് നമുക്ക് ഒരു തേർഡ് മോഡ്യൂളായിട്ട് കഴിഞ്ഞ സിലബസിൽ തൊട്ട് മുന്നേ കഴിഞ്ഞ പരീക്ഷയിലെ സിലബസിൽ ഉണ്ടായിരുന്നത് ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ക്രൈം ആണ്. 5 മാർക്ക് വരുന്ന ഒരു മൊഡ്യൂളാണ്. ഇതിനുള്ളിൽ
ക്രൈം എന്താണ്, അതിൻ്റെ വേരിയസ് ഡെഫിനിഷൻസ് എന്തൊക്കെയാണ്, ഓരോ വ്യക്തികൾ ക്രൈമിനെ എങ്ങനെയൊക്കെ ഡിഫൈൻ ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ വരുന്നത് ആക്ടസ് റിയസ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. അതായത് ഒരു ആക്റ്റും മെന്റൽ എലമെന്റും കൂടെ ഉണ്ടെങ്കിലേ നമ്മളൊരു ക്രൈമായി കാണുന്നുള്ളൂ. അപ്പൊ എന്താണ് ആക്ടസ് റിയസ്, എന്താണ് വോളണ്ടറി ആക്ട്, അതായത് സ്വമേധയാ നമ്മൾ ചെയ്യുന്ന ആക്ട് എന്താണ്, അതുപോലെ നെഗ്ലിജൻസ് വഴി ഉണ്ടാവുന്ന ആക്ട് എന്താണ്, ടോർട്ടും ക്രൈമും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, മെൻസ്രിയ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ്. ഇപ്പൊ IPC-ക്കകത്തും BNS-നകത്തും മെൻസ്രിയ എന്ന് പറയുമ്പോൾ ആ മെന്റൽ എലമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ എലമെന്റ്സ് ഇതിന് വരണം. ഇപ്പൊ വോളണ്ടറി ആണോ, ഫ്രോഡുലന്റ്ലി ആണോ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഡിസെപ്ഷൻ നടന്നിട്ടുണ്ടോ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യേണ്ടതാണ് മെൻസ്രിയക്കുള്ളിൽ. പിന്നെ ഇത് ഏതൊക്കെ തലത്തിലാണ് IPC-ക്കുള്ളിലെ ഒഫൻസുകളെ എഫക്റ്റ് ചെയ്യുന്നത്, അതിന്റെ വേരിയസ് ലെവൽസ് ആണ്. അപ്പോൾ IPC-യുടെ ഉള്ളിൽ തന്നെ നമ്മൾ IPC-ന്ന് ഇവിടെ സ്പെസിഫിക്കലി പറയുമ്പോൾ നമ്മൾ ഇവിടെ BNS-ഉം കൂടി മനസ്സിൽ കണ്ടു വേണം പഠിക്കാൻ. അപ്പൊ ഇത് രണ്ടും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് തന്നെ നമ്മുടെ ഈ സിലബസ് പഠിക്കണം. ഇനി വരുന്നത് ഇൻകോയേഡ് ക്രൈംസ് ആണ്. ആ കൺസെപ്റ്റും അതുപോലെ കോമൺ ഇന്റൻഷൻ, നമുക്കറിയാം കോമൺ ഇന്റൻഷൻ ഈ പറയുന്ന ലയബിലിറ്റിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്, വൈക്കേരിയസ് ലയബിലിറ്റിയുമായി ബന്ധപ്പെട്ട് കോമൺ ഇന്റൻഷൻ, അൺലോഫുൾ അസംബ്ലിയിൽ വരുന്ന കോമൺ ഇന്റൻഷൻ എന്താണ്, അതുപോലെ കോമൺ ഓബ്ജക്റ്റ് എന്താണ്, ആ കൺസെപ്റ്റും, അതുപോലെ ക്രിമിനൽ കോൺസ്പിറസി, ക്രിമിനൽ അറ്റംപ്റ്റ്, അബറ്റ്മെന്റ്. അപ്പൊ ഇത് മൂന്നും കണക്ട് ചെയ്ത് നിൽക്കുന്ന കാര്യങ്ങളാണ്. എന്താണ് ഗൂഢാലോചന, എന്താണ് ഒരു ക്രൈം ചെയ്യാനുള്ള അറ്റംപ്റ്റ്, അത് എങ്ങനെയാണത് ക്രൈമിന്റെ കമ്മീഷൻ അല്ലാതെ അറ്റംപ്റ്റിൽ നിൽക്കുക, അതുപോലെ പ്രേരണ, അബറ്റ്മെന്റ്. അപ്പൊ ഇത്രയും കൂടി വരുമ്പോൾ ആണ് ഈ മോഡ്യൂൾ കംപ്ലീറ്റ് ആവുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പറയുന്ന എല്ലാ കൺസെപ്റ്റുകളും IPC-യിൽ എവിടെ പറയുന്നു, BNS-ൽ എവിടെ പറയുന്നു, ഇതിലിനി എന്തേലും ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് എന്താണ് എന്നും കൂടി അനലൈസ് ചെയ്ത് വേണം നമ്മൾ ഈ മോഡ്യൂളും പഠിക്കാൻ. അടുത്ത് നമ്മൾ സ്പെസിഫിക്കലി സെക്ഷൻസ് പഠിക്കുന്ന ഒരു ഏരിയയാണ് ജനറൽ എക്സെപ്ഷൻസ് അണ്ടർ IPC ആൻഡ് ജനറൽ എക്സെപ്ഷൻസ് അണ്ടർ BNS. നമ്മൾ ഈ റെഡ് ലെറ്റേഴ്സിൽ കൊടുത്തിരിക്കുന്ന പുതിയതായി നമ്മൾ ഇതിൽ പഠിക്കേണ്ട കാര്യം എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം IPC-ക്കുള്ളിൽ സെക്ഷൻ 76 മുതൽ 106 വരെയാണ് ജനറൽ എക്സെപ്ഷൻസ് പറയുന്നത്. അപ്പോൾ ആ ജനറൽ എക്സെപ്ഷൻസിനെ തന്നെ നമ്മൾ BNS-ലേക്ക് വരുമ്പോഴത്തേക്ക് സെക്ഷൻ 14 മുതൽ നമുക്ക് സെക്ഷൻ 14 മുതൽ 34 വരെയാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ 44 വരെയാണ് പറഞ്ഞു പോകുന്നത്. ആ ഏരിയ, ആ സെക്ഷൻസ് നമ്മൾ ക്ലിയർ ആയി എന്തൊക്കെ എവിടെയൊക്കെ പറയുന്നു നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ BNS-ഉം അതുപോലെ തന്നെ IPC-യും തമ്മിൽ ജനറൽ എക്സെപ്ഷൻസിന്റെ കാര്യത്തിൽ കാര്യമായ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ജസ്റ്റ് സെക്ഷൻസ് മാത്രം മാറിയിട്ടുണ്ട് എന്നേ ഉള്ളൂ, അടുക്കും ചിട്ടയൊന്നും മാറിയിട്ടില്ല. അപ്പൊ നമ്മൾ ഒരു സ്റ്റാറ്റ്യൂട്ടിലെ ഓർഡർ കൃത്യമായി നമുക്ക് ഓൾറെഡി അറിയാമെന്നുണ്ടെങ്കിൽ അത് വെച്ച് സെക്ഷൻ മാത്രം നമ്മൾ ഇപ്പുറത്തേക്ക് മാറ്റി പഠിച്ചാൽ മതി BNS-ന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ. അപ്പം IPC-ക്കുള്ളിലെ ചാപ്റ്റർ 4-ലാണ് ജനറൽ എക്സെപ്ഷൻസ് പറയുന്നത്. അവിടെ മിസ്റ്റേക്ക് ഓഫ് ആക്ട് എന്താണ്, ജുഡീഷ്യൽ ആക്ട്സ് എന്താണ്, ആക്സിഡൻസ്, ആക്ട് ഓഫ് ഇൻഫൻസി ആൻഡ് ഇൻസാനിറ്റി, കൺസെന്റ് ആൻഡ് ഡ്യൂറസ്, പ്രൈവറ്റ് ഡിഫൻസ്, അതുപോലെ അതർ എക്സ്ക്യൂസബിൾ ആൻഡ് ജസ്റ്റിഫയബിൾ ആക്ട്സ്. ഇതിൻ്റെ എല്ലാം ഈ ജനറൽ എക്സെപ്ഷൻസുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ ഇന്റർപ്രിട്ടേഷൻസ് എന്തൊക്കെ, ഇതാണ് ഇവിടുത്തെ ഒരു ഗ്രേ ഏരിയ എന്ന് പറയുന്നത്. കാര്യം ഈ ജുഡീഷ്യൽ ഇന്റർപ്രിട്ടേഷൻസ് എന്ന് പറയുമ്പോൾ ഈ മേഖലയിൽ നമ്മൾ കുറച്ചും കൂടി കേസ് ലോസിന് സ്ട്രെസ് കൊടുക്കേണ്ടി വരും. അപ്പം ജനറൽ എക്സെപ്ഷൻസ് പഠിക്കുമ്പോൾ ജനറൽ എക്സെപ്ഷൻസിൽ തന്നെ എന്തെങ്കിലും ഒരു ഡിഫറെൻറ്റ് പോയിന്റ് ഏതെങ്കിലും ജുഡീഷ്യൽ ഇന്റർപ്രിട്ടേഷൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സിലബസിൽ സ്ട്രെസ് കൊടുത്ത് തന്നെ പഠിക്കേണ്ട ഒരു മേഖലയാണ്. അടുത്ത 5th മോഡ്യൂളിലേക്ക് പോകുമ്പോൾ ഒഫൻസസ് അഗൈൻസ്റ്റ് ഹ്യൂമൻ ബോഡിയാണ്. അപ്പം ഇതും പഠിക്കുമ്പോൾ നമ്മൾ IPC-ക്കുള്ളിൽ എങ്ങനെയാണ്, ഈ പറയുന്ന BNS-നുള്ളിൽ എങ്ങനെയാണ്. അപ്പം ഇതിലൊരു വ്യത്യാസം വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒഫൻസസ് അഗൈൻസ്റ്റ് ഹ്യൂമൻ ബോഡിക്ക് ഉള്ളിൽ നിന്ന് പല കാര്യങ്ങളും നമ്മൾ എടുത്തു മാറ്റിയിട്ടുണ്ട്. അപ്പോൾ BNS-ലേക്ക് വരുമ്പോൾ BNS-നുള്ളിലെ ഒരു അടുക്കും ചിട്ടയും അല്ല ഈ പറയുന്ന IPC-ക്കുള്ളിൽ കിടക്കുന്നത്. അപ്പൊ ആ ഒരു ബോധ്യത്തോടെ വേണം നമ്മൾ ഈ ഒരു മോഡ്യൂളിനെ അപ്രോച്ച് ചെയ്യാൻ. 5 മാർക്കാണ് ഈ മോഡ്യൂളിനും. അപ്പോൾ കൾപ്പബിൾ ഹോമിസൈഡ് എന്താണ്, മർഡർ എന്താണ്, കോസിംഗ് ഡെത്ത് ബൈ നെഗ്ലിജൻസ് എന്താണ്,
ഡൗറി ഡെത്ത്, സൂയിസൈഡ്, കോസിംഗ് മിസ്കാരേജ്, ഹേർട്ട്, ഗ്രീവിയസ് ഹേർട്ട്, ആസിഡ് അറ്റാക്ക്, അബ്ഡക്ഷൻ, ഒഫൻസസ് അഗെയിൻസ്റ്റ് മോഡസ്റ്റി ഓഫ് എ വുമൺ, റേപ്പ് ആൻഡ് അൺനാച്ചുറൽ ഒഫൻസസ്. അപ്പം ഈ ഒരു മേഖല നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഒഫൻസസ് അഗെയിൻസ്റ്റ് ബോഡി എന്ന് പറയുകയാണെങ്കിൽ തന്നെ ഇവിടെ നമ്മൾ ഈ പറയുന്ന വുമൺ അഗെയിൻസ്റ്റ് ഉള്ള ഒഫൻസുകളും ഇൻക്ലൂഡ് ചെയ്താണ് വരുന്നത്. അപ്പം നമുക്കറിയാം BNSലേക്ക് വന്നപ്പോഴത്തേക്ക് ഒഫൻസസ് അഗെയിൻസ്റ്റ് വുമൺ ആൻഡ് ചിൽഡ്രൻ എന്ന് പറഞ്ഞ് നമ്മൾ പുതിയൊരു ചാപ്റ്റർ കൊണ്ടുവന്നിട്ട് അതിനുള്ളിലാണ് ഈ പറയുന്ന റേപ്പ്, ഈ പറയുന്ന അതായത് റേപ്പ് ആണെന്നുണ്ടെങ്കിലും ഒഫൻസസ് അഗെയിൻസ്റ്റ് വുമൺ എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നത് അവിടെയാണ്. ഇപ്പം ഈ ഒഫൻസസ് അഗെയിൻസ്റ്റ് മോഡസ്റ്റി ഓഫ് ദ വുമൺ, അൺനാച്ചുറൽ ഒഫൻസ് ഓൾറെഡി നമ്മൾ IPC തന്നെ സ്ട്രക്ക് ഡൗൺ ചെയ്ത് പോയിട്ടുണ്ട്. അത് ഈ പറയുന്ന അതുപോലെ നമ്മൾ BNSൽ നിന്നും എടുത്തു മാറ്റിയ സ്റ്റാറ്റ്യൂട്ടിൽ നിന്ന് തന്നെ അൺനാച്ചുറൽ ഒഫൻസ് എന്ന് പറയുന്ന ഒഫൻസിനെ നമ്മൾ എടുത്തു മാറ്റിയും കളഞ്ഞു. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഈ പറയുന്ന മേഖലകൾ BNSലേക്ക് വരുമ്പോൾ മേ ബി സ്കാറ്റേഡ് ആയിട്ട് 2 ചാപ്റ്ററിലാണ് കിടക്കുന്നത്. അപ്പം അത് നമ്മളൊന്ന് അടുക്കിയെടുത്ത് പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പം ഈ ക്രിമിനൽ ലോ അമെൻമെൻറ്റ് 2013 എന്ന് പറയുന്നത് നിർഭയ കേസിന് ശേഷം വന്ന അമെൻമെൻ്റ് ആണ്. ഇതിലാണ് റേപ്പ് ഒഫൻസിൻ്റെ പണിഷ്മെൻറ്റ്സ് കൂട്ടുന്നതും അതിൽ ക്ലാസിഫിക്കേഷൻസ് കൊണ്ടുവരുന്നതും. അപ്പോൾ ഇത് നമ്മളിപ്പോൾ BNSൽ നോക്കിക്കഴിഞ്ഞാൽ ഒഫൻസസ് അഗെയിൻസ്റ്റ് വുമൺ ആൻഡ് ചിൽഡ്രൻ്റെ ഏരിയയിലാണ് കിടക്കുന്നത്. അപ്പം നമ്മൾ ഒഫൻസസ് അഗെയിൻസ്റ്റ് ഹ്യൂമൻ ബോഡി എന്ന് പറയുമെങ്കിൽ പോലും ഒഫൻസസ് അഗെയിൻസ്റ്റ് വുമൺ ആൻഡ് ചിൽഡ്രനും കൂടി ഇവിടെ തന്നെ നമ്മൾ അഡ്രസ്സ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഈ മോഡ്യൂളിൽ ഈ 2 ചാപ്റ്റേഴ്സും നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ റെലവൻറ്റ് സ്പെഷ്യൽ ലെജിസ്ലേഷൻസ് ഓൺ സെക്ഷൽ അബ്യൂസ് അഗെയിൻസ്റ്റ് ചിൽഡ്രൻ ആൻഡ് സെക്ഷൽ ഹറാസ്മെൻറ്റ് ഓഫ് വുമൺ അറ്റ് വർക്ക് പ്ലേസ്, ഇതിൻ്റെ ജുഡീഷ്യൽ റെസ്പോൺസസ്. അപ്പോൾ നമുക്കറിയാം വിശാഖ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ എന്ന് പറയുന്ന കേസിൽ നിന്നാണ് ഈ സെക്ഷൽ അബ്യൂസ് അഗെയിൻസ്റ്റ് വുമൺ അറ്റ് വർക്ക് പ്ലേസിൻ്റെ ഒരു നിയമം ഉത്ഭവിക്കുന്നതും അവിടെ നിന്ന് 2013 നമുക്ക് പോഷ് ആക്ട് വന്നതോടെ അതിനൊരു പ്രോപ്പർ റെഗുലേഷനായി. അപ്പോൾ അതിൻ്റെ ഒരു ജുഡീഷ്യൽ റെസ്പോൺസ് അതായത് എങ്ങനെ ഇത് തുടങ്ങി എന്നത് മുതൽ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന 2013 വന്ന പോഷ് ആക്റ്റും പോക്സോ ആക്റ്റും നമ്മൾ ഈ ഒരു മൊഡ്യൂളിനുള്ളിൽ പഠിക്കണം. അപ്പോൾ ഈ മൊഡ്യൂൾ അത്യാവശ്യം ബൾക്കി ആയിട്ടുള്ളൊരു മൊഡ്യൂളാണ്. 5 മാർക്കേ നമ്മൾ പറയുന്നുള്ളൂ എങ്കിലും ഇത് അത്യാവശ്യം വളരെ വലിയൊരു മൊഡ്യൂളാണ്. നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ വളരെ കൂടുതലാണ്. അടുത്ത 6ാമത്തെ മൊഡ്യൂളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒഫൻസസ് അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി ആൻഡ് അതർ ഒഫൻസസ്. അപ്പം ഈ പ്രോപ്പർട്ടിക്കെതിരെയുള്ള ഒഫൻസുകളാണ്. ഇതും ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ IPCയിൽ എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കണം, BNSൽ എന്താണ് വന്നേക്കുന്നതെന്ന് മനസ്സിലാക്കണം, ഇതിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളതും നമ്മൾ കൃത്യമായി പഠിക്കണം. അപ്പോൾ തെഫ്റ്റ്, എക്സ്റ്റോർഷൻ, റോബറി, ഡെക്കോയിറ്റി. അപ്പോൾ ഇതിൽ നമുക്ക് ഈ പറയുന്ന തെഫ്റ്റ്, എക്സ്റ്റോർഷൻ, റോബറി, ഡെക്കോയിറ്റി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ സ്നാച്ചിങ്ങിനെ തന്നെ നമ്മളൊരു ഒഫൻസ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞ് വരുന്നത് ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് പ്രോപ്പർട്ടി, ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്, റിസീവിങ് സ്റ്റോളൻ പ്രോപ്പർട്ടി, ചീറ്റിംഗ്, മിസ്ചീഫ്, ക്രിമിനൽ ട്രസ്പാസ്, ഫോർജറി, പെർജറി, അതുപോലെ ഒഫൻസസ് അഫക്റ്റിംഗ് പബ്ലിക് ന്യൂയിസൻസ്, ഒഫൻസസ് അഗെയിൻസ്റ്റ് സ്റ്റേറ്റ്, ഒഫൻസസ് അഗെയിൻസ്റ്റ് റിലിജൻ ആൻഡ് മാരേജ്, ഒബ്സീനിറ്റി. അപ്പം നമ്മൾ ഈ പ്രോപ്പർട്ടിയുടെ ഒഫൻസുകൾ എന്ന് പറയുമ്പോൾ തെഫ്റ്റ്, എക്സ്റ്റോർഷൻ, റോബറി, ഡെക്കോയിറ്റി, ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷൻ, ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്, സ്റ്റോളൻ പ്രോപ്പർട്ടി, ചീറ്റിംഗ്, മിസ്ചീഫ്, ക്രിമിനൽ ട്രസ്പാസ്, ഫോർജറി, പെർജുറിയിൽ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പഠിക്കുന്ന വേറൊരു ചാപ്റ്ററാണ് ഒഫൻസസ് അഗെയിൻസ്റ്റ് പബ്ലിക് ന്യൂയിസൻസ് ആണ്. പിന്നെ സ്റ്റേറ്റിനെതിരെ ചെയ്യുന്ന കുറ്റങ്ങൾ, ഇതിലും നമുക്ക് മേജറായി ചേഞ്ചസ് വന്നിട്ടുണ്ട്. സെഡിഷൻ ലോയിലൊക്കെ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ കൃത്യമായി IPCയിൽ എങ്ങനെയായിരുന്നു, അതിൽ ജുഡീഷ്യൽ ഇൻ്റർപ്രിട്ടേഷൻസ് എങ്ങനെയായിരുന്നു, BNSലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് വളരെ ഭംഗിയായി തന്നെ പഠിക്കണം. പിന്നെ ഒഫൻസസ് അഗെയിൻസ്റ്റ് റിലിജൻ ആൻഡ് മാരേജ് ആണ്. അപ്പം അവിടെയും നമുക്ക് ഈ പറയുന്ന അഡൾട്ടറി എന്ന് പറയുന്ന ഒഫൻസിനെ നമ്മൾ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആക്കി ജോസഫ് ഷൈൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയിൽ. അപ്പോൾ ആ ഒരു പൊസിഷനും IPCയിൽ നിന്ന് വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട് BNSൽ. പിന്നെ ഒബ്സീനിറ്റി എന്താണ്? അപ്പോൾ ഒബ്സീനിറ്റി നമ്മൾ പഠിക്കുമ്പോൾ ഒബ്സീനിറ്റിയുടെ തിയറീസ് ഉണ്ട്. ആ തിയറീസും കൂടെ ചേർത്ത് വേണം നമ്മൾ ആ ഏരിയ ഡിസ്കസ് ചെയ്യാൻ. അടുത്ത് വരുന്നത് ക്രിമിനൽ ജസ്റ്റിസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു മേഖലയാണ്. 10 മാർക്ക് വരുന്ന ഒരു മൊഡ്യൂളാണ്. അപ്പോൾ
ഇനിയാണ് നമ്മൾ ഈ പറയുന്ന പഴയ CRPC അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലേക്ക് നമ്മൾ കടക്കുന്നത്. അപ്പം ഈ ഒരു മോഡ്യൂൾ എന്ന് പറയുന്നത് പ്രൊസീജറൽ ലോയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം എന്താണ് ക്രിമിനൽ ജസ്റ്റിസ് അഡ്മിനിസ്ട്രേഷൻ, അതിൻ്റെ പർപ്പസ് എന്താണ്, ഇതിൽ നമ്മൾ ക്ലാസസ് ഓഫ് ക്രിമിനൽ കോഡ്സും അതിൻ്റെ ജൂറിസ്ഡിക്ഷനും പഠിക്കണം. ഇവിടെ നമുക്കൊരു മേജർ ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. നമുക്കറിയാം CRPCയിൽ ഉണ്ടായിരുന്ന പോലത്തെ ക്ലാസിഫിക്കേഷൻ അല്ല ഇപ്പോൾ നമ്മുടെ BNSSലേക്ക് വന്നപ്പോൾ ഉള്ളത്. അപ്പോൾ ആ ഒരു ക്ലാസിഫിക്കേഷൻ ഓഫ് കോഡ്സിൻ്റെ ക്രിമിനൽ കോഡ്സിലും വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട്, ഫൈൻ അമൗണ്ടിലും വേരിയേഷൻസ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കൃത്യമായി പഠിക്കണം. അതുപോലെ തന്നെ ഇന്ത്യൻ പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സും അവരുടെ റോൾ എന്താണ്. അപ്പോൾ ഈ പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സിൻ്റെ മേഖലയുമായി ബന്ധപ്പെട്ടും BNSSനകത്ത് കാര്യമായി ചേഞ്ചസ് ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചേഞ്ച് എന്താണ് എന്നും അവരുടെ റോൾസും ഡ്യൂട്ടീസും എന്താണെന്നുള്ളതും കൃത്യമായി നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പം നമ്മൾ എന്ത് ജോലിയിലേക്കാണോ കടക്കാൻ ഈ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, അതിൻ്റെ കോർ മേഖലയിലേക്കാണ് ഈ മോഡ്യൂൾ നമ്മളെ കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് മാജിസ്ട്രേറ്റ്സും അവരുടെ പവേഴ്സും ഫങ്ഷൻസും, അതുപോലെ പോലീസിൻ്റെ ഓർഗനൈസേഷൻ, അവരുടെ പവർ ക്ലാസിഫിക്കേഷൻ, മീൻസ് പവേഴ്സും ക്ലാസിഫിക്കേഷൻ ഓഫ് ഒഫൻസസ്. അപ്പം ഈ പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ ട്രയലിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഈ ഒഫൻസുകളുടെ ക്ലാസിഫിക്കേഷൻ്റെ ബേസിസിലാണ് ഓരോന്നിൻ്റെയും നടപടി നിയമം ഇരിക്കുന്നത്. അപ്പം കോഗ്നിസിബിൾ ഒഫൻസ് എന്താണ്, നോൺ കോഗ്നിസിബിൾ ഒഫൻസ് എന്താണ്, ബെയിലബിൾ എന്താണ്, നോൺ ബെയിലബിൾ എന്താണ്, അതുപോലെ സമൻസ് കേസ് എന്താണ്, വാറന്റ് കേസ് എന്താണ്, കോമ്പൗണ്ടബിൾ എന്താണ്, നോൺ കോമ്പൗണ്ടബിൾ എന്താണ് എന്നുള്ള ബേസിക് കൺസെപ്റ്റുകളെല്ലാം നമ്മൾ തറവ് ആക്കേണ്ടത് ഈ ഒരു മേഖലയ്ക്ക് വേണ്ടിയിട്ടാണ്, ഈ ഒരു മൊഡ്യൂളിന് വേണ്ടിയിട്ടാണ്. ഇനി അടുത്ത് വരുന്നത് നമ്മുടെ വിക്ടിം പ്രൊട്ടക്ഷൻ സ്കീം അണ്ടർ ഇന്ത്യൻ ലീഗൽ സിസ്റ്റമാണ്. അപ്പം ഇന്ത്യൻ ലീഗൽ സിസ്റ്റത്തിലുള്ള വിക്ടിം പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത കാര്യങ്ങളും ഇതിൽ BNSSൽ എന്തൊക്കെയാണ് വിക്ടിം പ്രൊട്ടക്ഷന് വേണ്ടി എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, എന്തൊക്കെ സ്റ്റെപ്സ് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ ലെജിസ്ലേറ്റീവ് റിഫോംസ് നടന്നിട്ടുണ്ട് എന്നുള്ളതും, അതുപോലെ അപ്പീൽ റിവിഷൻ ഇൻഹറന്റ് പവേഴ്സ് ഓഫ് ഹൈക്കോർട്ട്. അപ്പം നമുക്ക് ക്രിമിനൽ കേസിൽ നിന്ന് എങ്ങോട്ടേക്കൊക്കെ അപ്പീൽ അല്ലെങ്കിൽ എങ്ങോട്ട് നമുക്ക് റിവിഷൻ പോസിബിൾ ആണ്, അതുപോലെ എന്തൊക്കെയാണ് ഹൈക്കോടതിയുടെ ഇൻഹറന്റ് ആയിട്ടുള്ള പവേഴ്സ് എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. പിന്നെ ബെയിൽ ആൻഡ് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ. അപ്പം നമുക്കറിയാം ബെയിൽ തന്നെ ബെയിലബിൾ, നോൺ ബെയിലബിൾ ഉണ്ട്, പിന്നെ വരുന്നത് ആൻറ്റിസിപ്പേറ്ററി ബെയിലാണ്. അപ്പോൾ ഈ കൺസെപ്റ്റുകളും ഇതിൻ്റെ സെക്ഷനുകളും എല്ലാം, ഇതിൻ്റെ എല്ലാം IPC സെക്ഷൻസും CRPC സെക്ഷൻസും BNSSൻ്റെ സെക്ഷൻസും കൃത്യമായി നമ്മൾ പഠിച്ചു പോകണം. അപ്പോൾ നമ്മൾ CRPC BNSSൻ്റെ ഒരു പ്രോപ്പർ കമ്പാരിസണിലേക്ക് കടന്ന് തന്നെ വേണം ഈ ഒരു മൊഡ്യൂളിനെ അഡ്രസ്സ് ചെയ്യാൻ. അടുത്ത മൊഡ്യൂൾ എന്ന് പറയുന്നത് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രയൽ ആണ്. ഇതും 10 മാർക്കിൻ്റെ തന്നെ ഒരു മൊഡ്യൂളാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രൊസീജറൽ ലോയ്ക്ക് അത്രയും വെയിറ്റേജ് കൊടുക്കുന്നുണ്ട്. 2 മോഡ്യൂൾ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 20 മാർക്ക് ആണ്. അപ്പോൾ ഇവിടെയും നമ്മൾ BNSS തന്നെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്, CRPC BNSS. അപ്പോൾ ഇവിടെ ഈ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രയലിനുള്ളിൽ നമ്മൾ ഇൻക്വയറി, ഇൻവെസ്റ്റിഗേഷൻ, ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെ ആയിരിക്കണം, ഇതിൽ ഫെയർനെസ് ഉറപ്പുവരുത്താൻ നമ്മൾ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് എടുക്കേണ്ടത്, അതുപോലെ ഒരു പ്രൈവറ്റ് കംപ്ലൈൻറ്റ് എങ്ങനെയാണ്, പ്രൈവറ്റ് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യുന്നത് എങ്ങനെ, അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു മേഖലയിൽ ഈ പ്രൈവറ്റ് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യുന്നതും അതിൻ്റെ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട് കാര്യമായ മാറ്റം CRPCയിൽ നിന്ന് BNSSലേക്ക് വന്നപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കൃത്യമായി വളരെ വ്യക്തമായി വിത്ത് കേസ് ലോസ് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം നമുക്കറിയാം ഈ പറയുന്ന CRPCയിൽ നിന്ന് BNSSലേക്ക് വന്നപ്പോൾ ഈ ഒരു ഷിഫ്റ്റ് സംഭവിച്ചപ്പോൾ നമുക്ക് സ്വാഭാവികമായ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. ആ കൺഫ്യൂഷൻ ഈ പറയുന്ന മേഖലയിലായിരുന്നു ഏറ്റവും കൂടുതൽ. പ്രൊസീജറലി നോക്കുമ്പോൾ പ്രൈവറ്റ് കംപ്ലൈൻറ്റ് വരുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യും, അപ്പോൾ അതിൽ എവിടെയാണ് കോഗ്നിസൻസ് എടുക്കുന്നത് കോടതി എന്നതിനെ സംബന്ധിച്ച് കുറേ കൺഫ്യൂഷൻസ് കോടതികൾക്ക് തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ സെറ്റിൽഡ് പൊസിഷൻ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഡിസിഷൻസും കൂടെ വച്ച് വേണം ഈ പ്രൈവറ്റ് കംപ്ലൈൻറ്റ് നമ്മൾ പഠിക്കാൻ. പിന്നെ FIR നോക്കുമ്പോൾ തന്നെ നമുക്ക് 0 FIR വന്നിട്ടുണ്ട്. അപ്പോൾ 0 FIR ഓൾറെഡി നമുക്ക് ഉണ്ടായിരുന്നെങ്കിലും അതിനൊരു സ്റ്റാറ്റ്യൂട്ടറി ഇംപ്ലിക്കേഷൻ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ അറസ്റ്റ്
പ്രൊസീജിയറൽ സേഫ് ഗാർഡ്സ്, അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രൊസീജിയറൽ സേഫ് ഗാർഡ്സ് ആണ് നമ്മൾ നോക്കേണ്ടത്, അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണലി പറയുന്നതിൽ നിന്ന് കുറച്ചും കൂടി നമ്മൾ ഡയറക്ഷൻസ് ഒക്കെ ബി എൻ എസ് എസിനകത്തും CRPCക്കകത്തും ഒക്കെ അമെൻമെന്റ്സ് ഒക്കെ ത്രൂ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കൃത്യമായി പഠിക്കണം. സെർച്ച് ആൻഡ് സീഷർ, ഈ പറയുന്ന അറസ്റ്റ്, സെർച്ച്, സീഷർ ഇതിലെല്ലാം ഈ പറയുന്ന BNSSലേക്ക് വരുമ്പോൾ കാര്യമായി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ വാറണ്ട് ഇഷ്യൂ ചെയ്യുന്നത് എങ്ങനെ, ഇവിടെയും നമ്മൾക്കിപ്പോൾ ഇലക്ട്രോണിക് വാറൻസും ഈ ഇലക്ട്രോണിക് സമൻസ് ഒക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ആ ഒരു കാര്യവും കൂടി ഈ ഒരു മേഖലയിൽ പുതിയതായി നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. പ്രൈവറ്റ് കംപ്ലൈൻറ്റുമായി ബന്ധപ്പെട്ട് ഡിസ്ചാർജ് ആൻഡ് ഫ്രെയിമിംഗ് ഓഫ് പ്രൈവറ്റ് കംപ്ലൈൻറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡിസ്ചാർജ് എങ്ങനെ സംഭവിക്കുന്നു, അതുപോലെ ഡിസ്ചാർജ് ആൻഡ് ഫ്രെയിമിംഗ് ഓഫ് ചാർജ് എങ്ങനെയാണ്, ട്രയൽ ഓഫ് സമൻസ് ആൻഡ് വാറണ്ട് കേസസ് എങ്ങനെയാണ്, സമൻസ് കേസിൻ്റെ ട്രയൽ എങ്ങനെയാണ്, വാറണ്ട് കേസിൻ്റെ ട്രയൽ എങ്ങനെയാണ്, സെഷൻസ് ട്രയൽ എങ്ങനെയാണ്, പിന്നെ ഒരു കേസിനെ നമ്മൾ എങ്ങനെയാണ് കോമ്പൗണ്ട് ചെയ്യുക, അതായത് സെറ്റിൽ ചെയ്യുന്ന എങ്ങനെയാണ്, കോമ്പൗണ്ടിങ് ഓഫ് ഒഫൻസസ് എന്താണ്, എങ്ങനെയാണ്, പിന്നെ പ്ലീ ബാർഗെയിനിങ് ട്രയൽ ഓഫ് ചൈൽഡ് ഒഫൻഡേഴ്സ്. അപ്പം ചൈൽഡ് ഒഫൻഡേഴ്സ് ആവുന്ന കേസുകളിൽ എങ്ങനെയാണ് പ്ലീ ബാർഗെയിനിങ് ചെയ്യുന്നത്, അതുപോലെ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ്, ജഡ്ജ്മെന്റ്, സെന്റൻസിങ് പോളിസി ആൻഡ് ജഡ്ജസ് ഡിസ്ക്രീഷൻ, എക്സിക്യൂഷൻ ഓഫ് സെന്റൻസ്, ഈ പറയുന്ന മേഖലകളെല്ലാം നമ്മുടെ ശരിക്കും പറഞ്ഞാൽ BNSSനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പഠിച്ച് തന്നെ പോകണം. CRPC BNSSന് നമ്മൾ വിട്ട് കളയാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ഈ പറയുന്ന ഏരിയാസ് എല്ലാം പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ സസ്പെൻഷൻ, കമ്മ്യൂട്ടേഷൻ ഓഫ് സെന്റൻസ്, പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ്, അപ്പോൾ ഈ പറയുന്ന സസ്പെൻഷൻ ആൻഡ് കമ്മ്യൂട്ടേഷൻ ഓഫ് സെന്റൻസുകൾ വരുമ്പോഴത്തേക്ക് ഇതിൽ എങ്ങനെ കുറവ് ചെയ്യാം അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുന്ന എങ്ങനെയാണ്, ഇവിടെ തന്നെ നമുക്ക് CRPCക്കകത്ത് തന്നെ പ്രൊബേഷൻ്റെ കാര്യം പറയുന്നുണ്ടെങ്കിലും നമ്മൾ ഈ പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് എടുത്ത് പറയുന്നത് കൊണ്ട് തന്നെ നമ്മൾ CRPCയിൽ അല്ലെങ്കിൽ BNSSൽ ഒതുങ്ങിയാൽ പോരാ, നമ്മൾ പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്റ്റും കൂടി അഡ്രസ് ചെയ്ത് തന്നെ പോവേണ്ടി ഇരിക്കുന്നു. ഇനി വരുന്ന മോഡ്യൂൾ പ്രിൻസിപ്പിൾസ് ഓഫ് എവിഡൻസ് ആണ്. എവിഡൻസ് നമ്മൾ നോക്കുമ്പോൾ ഈ പറയുന്ന ബേസിക് ആയിട്ടുള്ള എവിഡൻസിൻ്റെ കൺസെപ്റ്റ്സ് തന്നെയാണ്. അത് ഭാരതീയ സാക്ഷി അധിനിയമിൽ എങ്ങനെയാണ് എവിഡൻസ്, റെലവൻറ്റ് ഫാക്ട്സ്, അഡ്മിസിബിലിറ്റി ഓഫ് എവിഡൻസ്, കൺസെപ്റ്റ് ഓഫ് ബേർഡൻ ഓഫ് പ്രൂഫ്, കൺഫെഷൻ, പിന്നെ കൺഫെഷൻ ടു പോലീസ് ഓഫീസേഴ്സ് എങ്ങനെയാണ്, ഇതിലൊക്കെ വന്നേക്കുന്ന സെക്ഷൻസിൻ്റെ ചേഞ്ചസും കാര്യങ്ങളും എല്ലാം നന്നായി പഠിക്കണം. ഡൈയിങ് ഡിക്ലറേഷൻസ്, ഡോക്യുമെൻ്ററി എവിഡൻസ്, എവിഡൻഷ്യറി വാല്യൂ ഓഫ് പബ്ലിക് ഡോക്യുമെൻറ്റ്സ്, പ്രിസംഷൻസ്, ഹിയർസേ റൂൾ, എക്സെപ്ഷൻസ്, ഇലക്ട്രോണിക് എവിഡൻസ്, എക്സ്പേർട്ട് എവിഡൻസ്, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പേഴ്സൺസ്, വിറ്റ്നസസ് ആൻഡ് എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസ്, റിജക്ഷൻ ഓഫ് എവിഡൻസ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വരുന്നത്. നമ്മുടെ അവസാനത്തെ മോഡ്യൂളും 10 മാർക്ക് തന്നെയാണ്. ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് സിസ്റ്റംസ് ഓഫ് ക്രിമിനൽ പ്രോസസ്സ് എന്താണെന്നും ഒരു ഫെയർ ട്രയൽ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സുമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പറയുന്ന ബേർഡൻ ഓഫ് പ്രൂഫുകൾ എങ്ങനെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. സോഷ്യോ ഇക്കണോമിക് ഒഫൻസുകളാവുമ്പോൾ ആർക്കാണ് ബേർഡൻ ഓഫ് പ്രൂഫ് വരുന്നത്, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അറസ്റ്റഡ് പേഴ്സൻ്റെ റൈറ്റ്, അക്യൂസ്ഡ് പേഴ്സൻ്റെ റൈറ്റ്, സെൽഫ് ഇൻക്രിമിനേഷൻ, നമ്മൾ ഈ പറയുന്ന എക്സ്പോസ് ഫാക്ടോ ലോസ്, സെൽഫ് ഇൻക്രിമിനേഷൻ, ഡബിൾ ജെപ്പാർഡി, പിന്നെ സയൻറ്റിഫിക് ടെസ്റ്റുകളുടെ കാര്യങ്ങളും കൂടി ഈ മേഖലയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു. നാർക്കോ അനാലിസിസ്, ഇതിൻ്റെയൊക്കെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി. അപ്പം നമ്മൾ ഈ പറയുന്ന റൈറ്റ് ടു പ്രൈവസി, ഇതും ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് കേസും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ഫ്രീ ലീഗൽ എയ്ഡ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ലീഗൽ സർവീസസ് അതോറിറ്റീസ് ആക്റ്റും കൂടി നമ്മൾ പഠിച്ചു പോകണം. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ BNSS, CRPC, IPC, BNS, BSA, എവിഡൻസ് ആക്ട്, ഇതിനോടൊപ്പം തന്നെ നമ്മൾ പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്റ്റും ഈ പറയുന്ന ലീഗൽ സർവീസസ് അതോറിറ്റീസ് ആക്റ്റും പോക്സോയും അതുപോലെ നമ്മൾ പോഷ് ആക്റ്റും കൂടി നോക്കിക്കഴിയുമ്പോഴാണ് നമ്മുടെ സിലബസ് മൊത്തമായി ഒന്ന് കവർ ആവുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു എക്സ്പെക്റ്റഡ് സിലബസ് എന്ന് പറയുന്നത്. താങ്ക് യു.